ഈ വിഴിഞ്ഞം പ്രശ്നത്തിൽ സി പി എമ്മിനകത്ത് രണ്ടഭിപ്രായത്തിൻ്റെ പ്രശ്നമില്ല. സി പി എമ്മിനകത്ത് ഏകണ്ഠമായ അഭിപ്രായമാണ് വിഴിഞ്ഞം പ്രശ്നത്തിലുള്ളത്. വിഴിഞ്ഞം ഈ കേരളത്തിൻ്റെ പുരോഗതിക്ക് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് പൊതുമേഖലയുടെ പൊതു നിയന്ത്രണത്തിനകത്ത് നിലനിർത്തണം എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായ ചില സമീപനങ്ങൾ ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ് നിലപാടിനെയാണ് സി പി എം വിമർശിച്ചിരിക്കുന്നത്. അതിൽ രണ്ടഭിപ്രായമില്ല, ഒരേ അഭിപ്രായം തന്നെയാണ് ഈ കാര്യത്തിൽ കാര്യങ്ങൾ. പാചകത്തിന് അങ്ങനെ ഞാൻ സി പി എമ്മിന്റെ നിലപാടാണ് പറഞ്ഞത്. സി പി എമ്മിന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. സി പി എമ്മിന്റെ നിലപാടിൽ സി പി എമ്മിനകത്ത് ഭിന്നതയില്ല. ഇവരെല്ലാം ചേർന്ന കമ്മിറ്റികളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഈ 49% ഷെയർ അദാനിയുടേതാണ്. അതാണ് എം എസ് സി കമ്പനിക്ക് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കം നടക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു കമ്പനിക്കും ഷെയർ കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല, ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ചില നീക്കങ്ങൾ നടന്ന സമയത്ത് അതിനെ എതിർക്കുക, അത് ജനങ്ങളിടയിൽ തുറന്നു കാണിക്കുക എന്നുള്ള നിലപാടാണ് സി പി എം ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ആ നിലപാടിൽ അഭിപ്രായമില്ല. അല്ല, അതല്ല, അവർക്ക് കൊടുക്കരുത് എന്നുള്ളതല്ല, ഗവൺമെന്റിന് അനുവാദമില്ലാതെ കൊടുക്കാൻ പാടില്ല. അവർക്ക് കൊടുക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പ്രശ്നം അപ്പോൾ താങ്കൾ പറയുന്നതാണ് സി പി എം നിലപാടെങ്കിൽ ഇ പി പറയുന്നത് അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ളത്. അനാവശ്യ വിവാദത്തിലേക്ക് പോകണ്ട, തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. ഇ പി എ തള്ളുന്ന പ്രശ്നമൊന്നുമില്ല. ഇ പി എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഇ പി എ തള്ളുന്നില്ല. ഇത് എല്ലാ കാര്യങ്ങളിലും ഈ കാര്യത്തിൽ സി പി എമ്മിന് ഒരു നിലപാടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാം.